മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി.ജെ.പി, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, അജിത് പവാറിന്റെ എൻ.സി.പി ഈ പാർട്ടികൾക്ക് ഗംഭീരമായ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അപ്പോൾ ഒരു മുന്നണിയിലെ ഘടകകക്ഷി കൂടുതൽ സീറ്റ് നേടുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഘടകകക്ഷിക്ക് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ ബി.ജെ.പി നേടിയത് മഹാരാഷ്ട്രയിൽ 132 സീറ്റാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടത് 145 സീറ്റാണ്. അങ്ങനെ 13 സീറ്റ് മാത്രമാണ് ഒരു സിംഗിൾ പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷത്തിന് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ബി.ജെ.പി മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കും, ആവശ്യപ്പെടും, ബി.ജെ.പി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചത് ആർക്കാണ്? ഏകനാഥ് ഷിൻഡെക്കാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരിക്കൽ പോലും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് ബി.ജെ.പി പരസ്യമായി പറഞ്ഞിട്ടില്ല. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകുമെന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകും എന്നൊരു പൊതുവെ ധാരണയാണ് ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത്. 48 ലോക്സഭാ സീറ്റിൽ മഹാരാഷ്ട്രയിൽ കിട്ടിയത് 17 മാത്രം. 30 കിട്ടിയത് കോൺഗ്രസ് സഖ്യത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിഫെൻസീവിൽ നിന്നായിരുന്നു ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തൊട്ട് മുമ്പ് നടന്ന ഇലക്ഷനിൽ ബി.ജെ.പിക്ക് സഖ്യത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സഖ്യം വിജയിക്കുക, ബി.ജെ.പിക്ക് 288 അംഗ സഭയിൽ ഒരു 150, 160, 170, 180 സീറ്റൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ബി.ജെ.പിക്ക് അല്ലെങ്കിൽ ബി.ജെ.പി സഖ്യത്തിന് കാര്യമായ നേട്ടമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി നേരിട്ടത് ഏകനാഥ് ഷിൻഡെക്ക്. 2.5 വർഷം മുമ്പാണ് സ്വന്തം നേതാക്കളെ തള്ളിപ്പറഞ്ഞ് ഏകനാഥ് ഷിൻഡെ ബി.ജെ.പി സഖ്യത്തിലേക്ക് വന്നത്. 40 MLA-മാരുമായി, ശിവസേനയുടെ 40 MLA-മാരുമായാണ് ഏകനാഥ് ഷിൻഡെ ബി.ജെ.പി സഖ്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ അദ്ദേഹം അത് 57 ഉയർത്തി. അതായത് തൻ്റെ കൂടെയുള്ള എല്ലാവർക്കും സീറ്റ് കിട്ടി എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. താൻ 40 MLA-മാരുമായിട്ടാണ് വന്നതെങ്കിൽ അദ്ദേഹം 57 ഉയർത്തി. പക്ഷേ ഏകനാഥ് ഷിൻഡെക്ക് നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി പദമാണ്. 2.5 വർഷം മുമ്പ് ബി.ജെ.പിയുമായി കൂടിച്ചേരുന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് മാത്രമായിരുന്നു. ഒരുപക്ഷെ അത് പുറത്താരും അറിഞ്ഞിരുന്നില്ല. ബി.ജെ.പി കേന്ദ്ര നേതൃത്വമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഡീൽ. 2019 ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടാമതും മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് എല്ലാ ജനാധിപത്യ മര്യാദകളും അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ശിവസേന തങ്ങൾ ആരുടെ കൂടെ നിന്നാണോ വിജയിച്ചത് അതേ പാർട്ടിയായി ബി.ജെ.പിയെ വഞ്ചിച്ച് എതിർ പാർട്ടികളായ കോൺഗ്രസും എൻ.സി.പിയുമായി സഖ്യമുണ്ടാക്കി മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. ആ മന്ത്രിസഭയിലും ഏകനാഥ് ഷിൻഡെ ശിവസേനയുടെ പ്രതിനിധിയായിരുന്നു. അതിനു തൊട്ടു മുമ്പുള്ള ദേവേന്ദ്ര ഫട്നാവിസിന്റെ മന്ത്രിസഭയിലും ഏകനാഥ് ഷിൻഡെ മന്ത്രിയായിരുന്നു. പക്ഷേ ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതിച്ച സമയത്ത് ബി.ജെ.പി നേതൃത്വം ദേവേന്ദ്ര ഫട്നാവിസിനോട് പറഞ്ഞു, താങ്കൾ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കണം. പാർട്ടി നേതൃത്വം പറഞ്ഞത് ശിരസ അംഗീകരിച്ചു. ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനെ പോലെ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായി. പക്ഷെ ഇത്തവണ പൊതുവെ എല്ലാവരും ധരിച്ചിരുന്നത് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു. പക്ഷെ ബി.ജെ.പി ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ കമ്പൽഷൻസ് വളരെ വർഷമായിട്ട് ശിവസേനയുടെ ഒരു ജൂനിയർ പാർട്ട്ണറായിട്ട് ബി.ജെ.പി നിന്നിരുന്നു. പിന്നീട് ബി.ജെ.പി മുൻനിരയിലേക്ക് വന്നു. ശിവസേന ക്ഷയിച്ചു വന്നു. അല്ലെങ്കിൽ ശിവസേനയുടെ പ്രാദേശിക മറാഠാവാദത്തിന് പകരമായിട്ട് ഹിന്ദു ദേശീയവാദമാണ് ബി.ജെ.പി ഉയർത്തിപ്പിടിച്ചിരുന്നത്. അതിന് ജനങ്ങളുടെ സ്വീകാര്യത ലഭിച്ചു. ഇന്ത്യ മുഴുവൻ ബി.ജെ.പിയെ സ്വീകരിച്ച സമയത്ത് മഹാരാഷ്ട്രയും ബി.ജെ.പിയുടെ കൂടെ നിന്നു. അങ്ങനെ ശിവസേന ബി.ജെ.പിയുടെ രണ്ടാം കക്ഷിയായി മാറി. പക്ഷെ ആ രണ്ടാം കക്ഷിക്ക്, അതായത് 40 സീറ്റ് മാത്രമുള്ള ഒരു കക്ഷിക്ക് 105 സീറ്റുള്ള ബി.ജെ.പി, ഒന്നാം കക്ഷിയായ ബി.ജെ.പി മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർ എൻ.സി.പിയെ കൂടെ തങ്ങളുടെ മുന്നണിയിൽ വരും. അങ്ങനെ ഉദ്ധവ് താക്കറെയുടെ മഹാവികാസ് അഗാഡിയെ പൊട്ടിച്ചുകൊണ്ട് പുതിയൊരു മഹായുതി സഖ്യം നിലവിൽ വരുന്നു. ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന വാഗ്മിയായിരുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു പ്രാസംഗികനായിരുന്നില്ല, വലിയ ജനകീയ നേതാവായിരുന്നില്ല, നല്ലൊരു ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം പേരെടുത്ത ആളായിരുന്നില്ല. പക്ഷെ 2.5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ആ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് മുന്നണിയെ
മഹായുതി മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടനവധി വികസന പരിപാടികൾ, ഉദാഹരണത്തിന് മാജി ലഡ്കി ബഹിൻ യോജന, ലഡ്ക ബഹു പദ്ധതി, കർഷകരുടെ വായ്പ എഴുതിത്തള്ളൽ, പശ്ചാത്തല വികസന പദ്ധതികൾ, MLA-മാരുടെ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തൽ, അങ്ങനെ നിരവധി പദ്ധതികളാണ് മഹാരാഷ്ട്രയിൽ നടത്തിയത്. അതുപോലെ തന്നെ ഒരുപാട് പശ്ചാത്തല വികസന പദ്ധതികളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത്. അതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ പ്രശ്നമാണ്. അവിടെ ദേവേന്ദ്ര ഫട്നാവിസ് ഉണ്ടായിരുന്നു, ഏകനാഥ് ഷിൻഡെ ഉണ്ടായിരുന്നു, അജിത് പവാർ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെയായാലും ഏകനാഥ് ഷിൻഡെയുടെ ഒരു ഭരണ മികവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത്. അതുപോലെ തന്നെ BJP സഖ്യത്തിന് നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ ഭരണ മുന്നണിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മറാത്ത പ്രക്ഷോഭമായിരുന്നു. കാരണം ഒരു ഭാഗത്ത് OBC ഉണ്ട്, മറുഭാഗത്ത് മറാഠയുണ്ട്. ജറംഗ പട്ടീലിനെ പോലെ മറാഠ നേതാക്കൾ അതിശക്തമായ സമരം നടത്തുകയാണ്, സംവരണ പ്രക്ഷോഭം നടത്തുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനോട് അതിശക്തമായ എതിർപ്പാണ് ജറംഗ പട്ടീലിനെ പോലുള്ള നേതാക്കൾ പ്രകടിപ്പിച്ചത്. പക്ഷേ അവരുടെ ഇടയിലൊക്കെ മധ്യസ്ഥനായി നിന്ന് ജറംഗ പട്ടീലിനെ വരെ തന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എതിർപ്പ് കുറയ്ക്കാൻ ആർക്ക് കഴിഞ്ഞു? അത് ഏകനാഥ് ഷിൻഡെക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതാണ് ഏകനാഥ് ഷിൻഡെയുടെ ഒരു വിജയം. ശരിക്കും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഏകനാഥ് ഷിൻഡെ വളർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം സത്താറയിലെ ഒരു കർഷക കുടുംബമായിരുന്നെങ്കിലും അവർ പിന്നീട് താനെയിലേക്ക് താമസം മാറുകയായിരുന്നു. താനെയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 11ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ വീട്ടിലെ കുടുംബ പ്രാരാബ്ധം മൂലം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് മാറിയ ആളാണ് ഏകനാഥ് ഷിൻഡെ. പിന്നീട് അദ്ദേഹം ശിവസേനയിൽ ചേരുകയാണ്. താനെയിൽ അദ്ദേഹം ശിവസേനയുടെ പ്രവർത്തനാകുന്നു. അനന്ത് ദിഗെ എന്ന് പറയുന്ന അവിടുത്തെ താനെയിലെ കരുത്തനായ ശിവസേന നേതാവിന്റെ അനുയായി മാറുന്നു. അദ്ദേഹം ശിവസേനയുടെ ശാഖാ പ്രമുഖാവുന്നു. പിന്നീട് കോർപ്പറേറ്റർ ആവുന്നു. താനെ മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർ ആവുന്നു. രണ്ടാമത്തെ തവണ വീണ്ടും കോർപ്പറേഷൻ മെമ്പർ ആവുന്നു. 2004 അദ്ദേഹം MLA ആവുന്നു. ബാലാസാഹബ് താക്കറെ ആയിട്ട്, ശിവസേന നേതാവ് താക്കറെയൊക്കെ ആയിട്ട് അടുക്കുന്നു. അങ്ങനെ വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം 11ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ്. പിന്നീട് മന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹം ബിരുദം നേടിയെടുക്കുന്നത്. ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിലാണ് ഏകനാഥ് ഷിൻഡെ വളർന്നു വരുന്നത്. ശരിക്കും ഒരു സാധാരണക്കാരന്റെ ഒരു മട്ടാണ് അദ്ദേഹത്തിന്. ഒരു സാധാരണക്കാരനാണ്, അങ്ങനെ വലിയൊരു പ്രാസംഗികനൊന്നുമല്ല, അങ്ങനെ ഒരു വലിയ നേതാവിന്റെ ജാടയൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ശിവസേനയുടെ ഏറ്റവും കരുത്തനായ നേതാവായിട്ട് അദ്ദേഹം മാറി. അതുകൊണ്ടാണ് 40 MLA-മാരെ താക്കറെയുടെ മകനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താക്കറെയുടെ മകനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, ഉദ്ധവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ 40 MLA-മാരെ അടർത്തിയെടുത്ത് അദ്ദേഹം BJP-യിലേക്ക് കൊണ്ടുവന്നു. BJP അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നു. ഒരുപക്ഷെ ഏകനാഥ് ഷിൻഡെക്ക് ഇതൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു നഷ്ടത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ്. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം അത് പൂർണ്ണമായും അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഏകനാഥ് ഷിൻഡെയെ BJP മുഖ്യമന്ത്രിയാക്കും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത് ഞങ്ങളൊരു ടീമായാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെയും ഞങ്ങളൊരു ടീമായാണ് വർക്ക് ചെയ്തിരുന്നത്. നേരത്തെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ 2014 മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ് ഏകനാഥ് ഷിൻഡെ. അങ്ങനെ തന്റെ ജൂനിയർ മന്ത്രിയായിരുന്ന ആളുടെ കൂടെ ഉപമുഖ്യമന്ത്രിയാവാൻ ദേവേന്ദ്ര ഫട്നാവിസ് മടി കാണിച്ചില്ല. ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നത് മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും അത് സാങ്കേതിക പദം മാത്രമാണ്, ഞങ്ങൾ ഒരു 3 പേരും ഒരു ടീമായാണ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയാണ്, ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി പദത്തിലിരുന്ന ഏകനാഥ് ഷിൻഡെക്ക് ഉപമുഖ്യമന്ത്രി ആവേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നേരെ മറുകണ്ഠം ചാടാൻ കഴിയില്ല. മുംബൈയിലെ ഗർജിക്കുന്ന സിംഹമായിരുന്നു ബാൽ ഠാക്കറെ. ബാൽ ഠാക്കറയുടെ മകൻ ഉദ്ധവ് താക്കറെ കുടുംബം ശിവസേനയെ തങ്ങളുടെ ഉള്ളം കൈയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ്, തങ്ങളുടെ സ്വന്തം പാർട്ടി. ആ പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ അടിച്ചു മാറ്റി, MLA-മാരെ മുഴുവൻ അടിച്ചു മാറ്റി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്ന ഷിൻഡെയോട് തീരാത്ത പക ഉദ്ധവ് താക്കറെക്കുണ്ട്. അതുപോലെ തന്നെ ഇനിയും വെല്ലുവിളികളാണ് ഏകനാഥ് ഷിൻഡെക്ക് മുമ്പിലുള്ളത്. അതായത് തന്റെ കൂടെ വന്ന അനുയായികൾക്ക് ക്യാബിനറ്റിൽ പരമാവധി നല്ല വകുപ്പുകൾ നൽകണം, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം. തന്റെ എല്ലാ അനുയായികൾക്കും പരമാവധി സീറ്റുകൾ കിട്ടിയ, അധികാര സ്ഥാനങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. പാർട്ടിയെ ശക്തമായി കൂടെ നിലനിർത്തണം. എപ്പോഴും മറുവശത്ത് ഉദ്ധവ് താക്കറെ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ശിവസേന തൻ്റെത് തന്നെയാണെന്ന് തെളിയിക്കണം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളാണ് ഏകനാഥ് ഷിൻഡെക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ട സങ്കടവുമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം മറുഭാഗത്ത് ഏറ്റവും വലിയ ഭീഷണി ശിവസേനയാണ്. ആ ശിവസേനയെ എന്നേക്കുമായി ഇല്ലാതാക്കിയാൽ മാത്രമേ ഏകനാഥ് ഷിൻഡെക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP അതിന്റെ കുതിച്ചുചാട്ടം നടത്തുന്ന സമയത്ത് ഒരു പാർട്ടി എന്നത് 132 സീറ്റ് നേടിയ ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിന് 13 സീറ്റ് മാത്രം അവശേഷിക്കുന്ന
പാർട്ടിക്ക് അല്ലെങ്കിൽ 13 സീറ്റ് മാത്രം കുറവുള്ള ഒരു പാർട്ടിക്ക് സ്വാഭാവികമായും മുഖ്യമന്ത്രി പദം നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏകനാഥ് ഷിൻഡെക്ക് തൻ്റെ കഴിവുകൾ കൂടി പ്രയോഗിച്ചാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ കഴിവുകൾ കൂടി പ്രയോഗിച്ചാണ് മഹായുദ്ധി മുന്നണിക്ക് ഭരണാധികാരം കിട്ടിയതെങ്കിലും തനിക്കും മുഖ്യമന്ത്രിയാകണം എന്ന് കൂടുതൽ പിടിവാശി പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന യുവ നേതാവിൻ്റെ ആ വളർച്ച, അല്ലെങ്കിൽ BJPയുടെ വളർച്ച, ആ വളർച്ചയെ നിശബ്ദനായി നോക്കി നിൽക്കാൻ മാത്രമേ ഏകനാഥ് ഷിൻഡെക്ക് കഴിയൂ. ഒരുപക്ഷെ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വളർച്ച ഏകനാഥ് ഷിൻഡെക്ക് ഒരു തിരിച്ചടിയായി വന്നിരിക്കുകയാണ്.